എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമുക്ക് കുഞ്ഞു റീഡിങ് കേട്ടോ, പെട്ടെന്ന് തീർക്കാം. ഓക്കെ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വളരെ ഓണസ്റ്റായിട്ട് ഓപ്പണായിട്ട് കാര്യങ്ങൾ തുറന്നു പറയാനൊരവസരം കിട്ടിയാൽ എന്തായിരിക്കും നിങ്ങളുടെ അടുത്ത് പറയുക? നിങ്ങൾ ചിലപ്പോൾ ഒരു സെപ്പറേഷനിലായിരിക്കും, നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം, എന്ത് തന്നെ ആവട്ടെ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ നിങ്ങളുടെ അടുത്ത് പറയാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ അടുത്ത് മറച്ച് പിടിക്കുന്നുണ്ട്, അതൊക്കെ നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട് ഉണ്ടെങ്കിൽ അവർ വളരെ ഓണസ്റ്റായിട്ട് ഓപ്പണായിട്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തായിരിക്കും എന്ന് നോക്കിയാലോ. ഓക്കെ. ഇതൊരു ജനറൽ കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ് കേട്ടോ. ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. എത്രത്തോളം നിങ്ങൾക്ക് കണക്റ്റ് ആവുന്നോ അത്രത്തോളം മാത്രം എടുക്കുക. ഓക്കെ, ബാക്കി അങ്ങ് വിട്ട് കളയുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ. നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം കേട്ടോ. പ്ലീസ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരുടെ അടുത്ത് ഓപ്പൺ അപ്പ് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞാൽ എന്തായിരിക്കും അവരുടെ അടുത്ത് പറയുന്നുണ്ടാവുക? ഇത് അൺഡിസ്ക്ലോസ്ഡ് ലവ് ആവട്ടെ, വേറെ എന്ത് രീതിയിലുള്ള കണക്ഷനും ആവട്ടെ, ഇവർക്ക് ഓപ്പൺ അപ്പ് ചെയ്ത കാര്യങ്ങൾ പറയാൻ പറ്റിയാൽ അവർ എന്തായിരിക്കും എൻ്റെ വ്യൂവേഴ്സിനോട് പറയുക എന്നൊന്ന് പറഞ്ഞു തരും. What would they tell them if they have to be honest? Honestly എന്തായിരിക്കും അവർ എൻ്റെ വ്യൂവേഴ്സിനോട് പറയേണ്ടാവുക എന്നൊന്ന് പറഞ്ഞു തരും. Ace of Wands, Ten of Cups, Four of Cups, Eight of Pentacles, King of Swords, Eight of Cups, Queen of Cups, Nine of Pentacles, Four of Pentacles, Magician, Lovers, Two of Wands, Five of Wands. Clarify Eight of Cups. Clarify Eight of Cups. Clarify Eight of Cups. കൂടുതലായിട്ട് അവരുടെ ഫീലിങ്സ് തന്നെയാണ് അവർ തുറന്നു പറയുന്നത് കേട്ടോ. ഹാങ്ഡ് മാൻ, എയ്റ്റ് ഓഫ് കപ്സിന് ക്ലാരിഫൈ ചെയ്തതല്ലേ. ഫൈവ് ഓഫ് വാൻസ് ഒന്ന് ക്ലാരിഫൈ ചെയ്തു. ക്ലാരിഫൈ ഫൈവ് ഓഫ് വാൻസ്. പ്ലീസ് ക്ലാരിഫൈ ഫൈവ് ഓഫ് വാൻസ്. പ്ലീസ് ക്ലാരിഫൈ ഫൈവ് ഓഫ് വാൻസ്. ഹെറോഫന്റ്. നിങ്ങളുടെ പേഴ്സണ് അവരുടെ ഫീലിങ്സിനെ പറ്റി ഓപ്പൺ അപ്പ് ആവാനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ആദ്യം തന്നെ അവർ നിങ്ങളുടെ അടുത്തുള്ള ആ ഒരു റൊമാൻറ്റിക് ഇൻക്ലിനേഷൻ അതിനെ പറ്റിയിട്ട് പറയും. അതായത് നിങ്ങളോടൊരു ഇഷ്ടം തോന്നുന്നുണ്ട് എന്നുള്ള കാര്യം, നിങ്ങളുമായിട്ട് ഒരു റൊമാൻറ്റിക് ബീനിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയും. ഓക്കെ, പറയാൻ സാധിച്ചാൽ എന്ത് പറയുമെന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. പറയും എന്നല്ല, പറയാം, ഓണസ്റ്റ്ലി തുറന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ടെൻ ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങളെ അവരുടെ ഫാമിലിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു എന്നും പറയും. ഓക്കെ, ഫാമിലി അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഫാമിലി അവർക്ക് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അതിലേക്ക് നിങ്ങളെയും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു എന്നവർ തുറന്ന് പറയും. നിങ്ങളെ കാണാതിരിക്കുമ്പോൾ നിങ്ങളെ വല്ലാതെ മിസ്സ് ചെയ്യാറുണ്ട് എന്നും ഇവർ പറയും. ഇതൊക്കെ അൺഡിസ്ക്ലോസ്ഡ് ലവ് ആയിരിക്കുമേ, തുറന്ന് പറഞ്ഞ് കാണില്ല. നിങ്ങളെ കാണാതിരിക്കുമ്പോൾ അവർക്ക് വല്ലാത്തൊരു മിസ്സിങ് ഫീലിംഗ് വരാറുണ്ട് എന്ന് അവർ പറയും. ഓക്കെ, എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് എന്ന് ക്ലാരിഫൈ ആയിട്ടെ. ക്ലാരിഫൈ എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ്. ക്ലാരിഫൈ എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ്. ക്ലാരിഫൈ എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ്. നൈറ്റ് ഓഫ് സോർട്സ്. ഒരു പക്ഷേ അവർ ജോലിയിലൊരു മാറ്റത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ആ മാറ്റം നിങ്ങളുടെ അടുത്ത് അത് പറഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങളിത് ഓൾറെഡി റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരായിരിക്കും. അവർ ജോലിക്ക് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കും കേട്ടോ. അത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല. ഒരു പക്ഷേ നിങ്ങളിൽ നിന്നും കുറച്ച് ദൂരേക്ക് മാറിയിട്ട് ലോങ് ഡിസ്റ്റൻസിലേക്ക് ആവുന്ന രീതിയിലുള്ള ഒന്നുകിൽ ഒരു ട്രാൻസ്ഫറോ അല്ലെങ്കിൽ ഒരു ജോബ് ചേഞ്ചോ അങ്ങനെ എന്തോ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ അടുത്ത് തുറന്ന് പറഞ്ഞു കാണില്ല, അത് പറയും എന്നാണ് കാണുന്നത്. ഓക്കെ, കിങ് ഓഫ് സ്വാർഡ്സ് വെച്ചിട്ട് അവരുടെ തന്നെ ഈഗോ ഇഷ്യൂ മൂലമാണ് നിങ്ങൾക്ക് ഇത്രയും പ്രോബ്ലംസ്
ഫേസ് ചെയ്യേണ്ടി വന്നത് എന്ന് അവർ സമ്മതിക്കും. കാരണം ഈഗോ ഇഷ്യൂ ഉള്ളവർ ഒരിക്കലും ഒരു സോറി പറയുക, അവർ തെറ്റ് സമ്മതിക്കുക ഒന്നും ചെയ്യാത്ത ആൾക്കാരാണ്. അവർക്ക് ഓണസ്റ്റായിട്ട് അവരുടെ മനസ്സിലുള്ളത് നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയാൻ തോന്നിയാൽ അവർ പറയുക, എൻ്റെ തെറ്റ് തന്നെയാണ്, എന്നോട് ക്ഷമിക്കൂ എന്ന് പറയും. അത് വളരെ ബുദ്ധിമുട്ടാണ് ഈ ആൾക്കാർക്ക് പറയാൻ, കേട്ടോ. അതേപോലെ ലോങ് ഡിസ്റ്റൻസിലാണ്, അവിടെ അവർ സ്റ്റക്കാണ്. ഓക്കെ, ആ ലോങ് ഡിസ്റ്റൻസ് നിങ്ങളുടെ അടുത്ത് പ്രോമിസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഒരു പക്ഷേ ഈ കൂട്ടരുണ്ടല്ലോ ലോങ് ഡിസ്റ്റൻസിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ അടുത്ത് പ്രോമിസ് ചെയ്യുന്നുണ്ടായിരിക്കും, ഉടനെ തിരിച്ച് ട്രാൻസ്ഫർ വാങ്ങിച്ച് വരാം, അല്ലെങ്കിൽ പുറം നാട്ടിലൊക്കെ ആണെങ്കിൽ ഉടനെ നിങ്ങളുടെ അടുത്തേക്ക് അവിടെ വിട്ടിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാമെന്നൊക്കെ ഇവർ ലിറ്ററലി നിങ്ങളുടെ അടുത്ത് പ്രോമിസ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ സത്യത്തിൽ അവർക്ക് അവിടെ അവർ സ്റ്റക്കാണ്. ആ ജോലി അല്ലെങ്കിൽ ആ ഒരു സംഭവം അവിടെ നിന്ന് മാറി ഉടനെ അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള സാഹചര്യം കുറവാണ്. ഓക്കെ, അത് ഇവർ തുറന്ന് പറയും. സത്യം പറയാൻ ഇവർക്ക് സാധിക്കുമെങ്കിൽ അത് പറയും, എനിക്കിപ്പോൾ വരാൻ സാധിക്കില്ല, ഞാൻ അവിടെ സ്റ്റക്കാണെന്നുള്ള കാര്യം ഇവർ തുറന്ന് പറയും. ക്വീൻ ഓഫ് കപ്സ് വെച്ച് ഇവരുടെ ഇമോഷൻസ് ഇവർ പുറത്തേക്ക് കാണിച്ചിട്ടുണ്ടാവില്ല, കേട്ടോ. അതായത് നിങ്ങളെ പ്രതി ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുകയോ എന്തെങ്കിലും ഡൗട്ട് ഫീൽ ചെയ്യുകയോ എന്തെങ്കിലും രീതിയിൽ മാനസികമായിട്ട് ഒരു ഇംബാലൻസ് ഇവർക്ക് നിങ്ങളെ പ്രതി ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഇത് നിങ്ങളുടെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. ഓക്കെ, ഓണസ്റ്റായിട്ട് നിങ്ങളോട് സംസാരിക്കാമെങ്കിൽ ഇവർ അത് നിങ്ങളുടെ അടുത്ത് തുറന്ന് ചോദിക്കും. എനിക്കിങ്ങനെ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്, അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട്, അതെന്താണ് എന്നുള്ളത് നിങ്ങളുടെ അടുത്ത് ധൈര്യപൂർവ്വം ചോദിക്കും. ഓക്കെ, 9 ഓഫ് പെൻഡക്കിൾസ് വെച്ച് അവർ ചിലപ്പോൾ പുറമേക്ക് എന്താ പറയുക, നിങ്ങളെ കൂടുതൽ കെയർ ചെയ്യുന്നത് പോലെ കാണിക്കുന്നുണ്ടാവും. കൂടുതൽ കെയർ ഇവർ സ്വന്തം കാര്യത്തിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങളുടെ കാര്യത്തിന് പ്രയോറിറ്റി കൊടുക്കുന്നത് പോലെ കാണിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ലിറ്ററലി അവർ സ്വന്തം കാര്യങ്ങൾക്ക് കൂടുതലായിട്ട് പ്രയോറിറ്റി കൊടുക്കുന്ന ആൾക്കാരാണ്. എന്ന് വെച്ചാൽ റിയൽ സെൽഫ് അല്ല അവർ നിങ്ങളുടെ മുന്നിൽ തുറന്ന് കാണിക്കുന്നതെന്നർത്ഥം. നിങ്ങളുടെ ഫ്രണ്ടിൽ പ്രിറ്റൻഡ് ചെയ്യാണ്. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ അടുത്ത് ഓണസ്റ്റായിട്ട് അവർക്ക് കാണിക്കണം എന്നുണ്ടെങ്കിൽ അവരവരുടെ റിയൽ സെൽഫ് തുറന്ന് കാണിക്കും. നിങ്ങളടുത്ത് ഭയങ്കര ചിരിച്ച് സംസാരിക്കുന്ന, അല്ലെങ്കിൽ സത്യത്തിലുള്ള അവരുടെ ക്യാരക്ടർ എന്താണെന്നുള്ളത് നിങ്ങളുടെ ഫ്രണ്ടിൽ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല, ചുരുക്കി പറഞ്ഞാൽ. നല്ല വശം മാത്രം തുറന്ന് കാണിക്കുന്ന ആൾക്കാരാണ് ഇവർ. അങ്ങനെയുള്ളവർ അവരുടെ റിയൽ സെൽഫ് എന്താണെന്ന് തുറന്ന് കാണിക്കാനുള്ള ധൈര്യം കാണിക്കും. ഓക്കെ, മറ്റ് ചിലർ നിങ്ങളെ പ്രതി പൊസസീവാണ്, ഉള്ളിൻ്റെ ഉള്ളിൽ പൊസസീവാണ്, പക്ഷെ പുറമേക്ക് കാണിക്കില്ല. ഓക്കെ, നിങ്ങളിപ്പോൾ പുറമേക്ക് അതിനെന്താ, അവരുടെ കൂടെ പോകുന്നതിന് എനിക്കെന്താ, ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിക്കോ, ആരുടെ കൂടെ വേണേൽ പോയിക്കോ, എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല, ഐ ഡോണ്ട് ഡൗട്ട് യു എന്നുള്ള രീതിയിൽ പുറമേക്ക് പറയണം. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർ ഭയങ്കര പൊസസീവാണ് നിങ്ങളെ പറ്റിയിട്ട്. ഓക്കെ, പുറമേക്ക് ഭയങ്കര കൂളായിട്ട് കാണിക്കും, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര പൊസസീവായിരിക്കും, കേട്ടോ. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ഇവർക്ക് ധൈര്യം സംഭരിക്കാൻ പറ്റിയാൽ ഇവർ നിങ്ങളുടെ അടുത്ത് ഓപ്പണായിട്ട് പറയും, എനിക്കിഷ്ടമില്ല നിങ്ങൾ അവരുടെ കൂടെ പോകുന്നത്, ഞാൻ നിങ്ങളെ പ്രതി പൊസസീവാണ്, എനിക്ക് നിങ്ങൾ മറ്റാരുമായിട്ട് ഇടപഴകുന്നത് ഇഷ്ടമല്ല എന്നുള്ള കാര്യം തുറന്ന് പറയാനുള്ള ധൈര്യം കാണിക്കും. മജീഷ്യൻ വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി പല പല മാനിഫെസ്റ്റേഷൻസ് ഇവർ ചെയ്യുന്നുണ്ട്, അത് പറയും. ഓക്കെ, നിങ്ങളെപ്പറ്റി തന്നെയാണ് ചിന്തിക്കുന്നത് എന്ന് ഇവർ പറയും. ഓക്കെ, ഇതും അൺഡിസ്ക്ലോസ്ഡ് ലവ് ആയിരിക്കാനാണ് സാധ്യത, കേട്ടോ. നിങ്ങളെപ്പറ്റി തന്നെയാണ് 24 മണിക്കൂറും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റേഷൻസ് ചെയ്യാറുണ്ട് എന്നെല്ലാം ഇവർ തുറന്ന് പറയാനുള്ള ധൈര്യം കാണിക്കും. ലവേഴ്സ് വെച്ചിട്ട് നിങ്ങളുടെ അടുത്തുള്ള അട്രാക്ഷൻ, ലവ്, അതിനെപ്പറ്റി തന്നെയാണ് അവർ ഡിസ്ക്ലോസ് ചെയ്യുക. ഇതും പ്രൊപ്പോസ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണ്, അവർ ലവ് തുറന്ന് പ്രൊപ്പോസ് ചെയ്യും എന്നാണ് കാണിക്കുന്നത്, കേട്ടോ. 2 ഓഫ് വാൻഡ്സ് വെച്ചിട്ട് പലരും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ള വിവരം നിങ്ങളെ അറിയിച്ചിട്ടില്ല. അതായത് അവർ മാരീഡ് ആയിരിക്കാം. ഓക്കെ, ഏത് കാർഡ് ആർക്ക് റെസനേറ്റ് ആകുന്നോ അത് മാത്രം എടുക്കുക, കേട്ടോ. എല്ലാ കാർഡും എല്ലാ പേർക്കും ഉള്ളതല്ല, ഞാൻ വീണ്ടും പറയുകയാണ്. 2 ഓഫ് വാൻഡ്സിൻ്റെ പെർട്ടിക്കുലർലി അതിൽ എനർജി കണക്റ്റ് ആയ ആൾക്കാർ അവർ പറയുന്നത് അവർക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ഒരു പക്ഷേ ഇവർ കമ്മിറ്റഡ് ആയിരിക്കും വേറെ എവിടെയെങ്കിലും, അല്ലെങ്കിൽ മാരീഡ് ആയിരിക്കും ഓൾറെഡി. ഒരു തേർഡ് പാർട്ടി അവരുടെ ലൈഫിലുണ്ട്. ഇത് നിങ്ങളുടെ സ്പൗസ് ആണെങ്കിൽ അവർക്ക് ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട്, മറ്റൊരാളുമായിട്ട് റിലേഷൻ ഉണ്ട്. അത് നിങ്ങളുടെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ടില്ല, നിങ്ങൾക്കറിയില്ല. ഓക്കെ, അത് ധൈര്യം സംഭരിക്കാൻ പറ്റിയാൽ, ഓണസ്റ്റായിട്ട് നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചാൽ അവർ ആ കാര്യം പറയും. നിങ്ങൾക്ക് ആ തേർഡ് പാർട്ടിയുടെ പ്രസൻസ് നിങ്ങളുടെ ലൈഫിലുണ്ട് എന്നുള്ള കാര്യം തുറന്ന് പറയാനുള്ള ധൈര്യം കാണിക്കും. ഓക്കെ, 5 ഓഫ് വാൻഡ്സ് ആൻഡ് ഹെയറോഫൻറ്റ്, അത് രണ്ടും ക്ലാരിഫൈ ചെയ്ത് ഹെയറോഫൻ്റാണ്.
അത് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സണെ ബോദർ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം, നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ വന്ന സമയത്ത് ഇവരിത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല. കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, അതേപോലെ അവരുടെ സ്റ്റാറ്റസ്, അതൊക്കെ അവരെ വളരെ ബോദർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അവർ ആ റിലേഷൻ തുടങ്ങിയ സമയത്ത് ആ എല്ലാം വരുന്നിടത്ത് കാണാം, അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം, എൻ്റെ വീട്ടുകാർ ഞാൻ പറയുന്ന പോലെ സമ്മതിക്കും എന്നൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് കാണും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് കോൺഫ്ലിക്റ്റാണ്, പേടിയാണ്. ഇതെല്ലാം പ്രശ്നമാകും എന്നുള്ള ഒരു ഭയം ഇവർക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, അത് പ്രശ്നമാവുകയും ചെയ്യും അവരുടെ വീട്ടിൽ, കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളുടെ അടുത്ത് എങ്ങനെ പറയും എന്നൊരു ഭയം കാരണമാണ് ഇവർ പറയുക. കാരണം നിങ്ങൾ റിജക്റ്റ് ചെയ്യുമല്ലോ, ഈ പ്രശ്നങ്ങളൊക്കെ വന്നാൽ ഇത് ഫേസ് ചെയ്യാൻ എനിക്ക് പേടിയാണെന്ന് ഇവർ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് നിങ്ങൾ ആ റിലേഷനിൽ മുന്നോട്ട് പോകുമോ? പിന്നെ അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് മറച്ചു വെച്ചു. പക്ഷേ ഓപ്പണായിട്ട് തുറന്ന് പറയാൻ പറ്റിയാൽ അവർ പറയും ഇതൊക്കെ പ്രശ്നം തന്നെയാണ്, പക്ഷെ നമുക്കത് ഡീൽ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ ധൈര്യം സംഭരിച്ച് നിങ്ങളുടെ അടുത്ത് പറയും. ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ട്, ഇതെങ്ങനെ ഡീൽ ചെയ്യും എന്നുള്ളത്, കേട്ടോ. കുറച്ച് കാർഡ്സ് ഇവിടെ എടുക്കാം. കൂടുതൽ കാര്യങ്ങൾ പറയൂ, ഡിസ്ക്ലോസ് ചെയ്യാവുന്ന കാര്യങ്ങൾ ഓണസ്റ്റായിട്ട് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരുടെ അടുത്ത് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റിയാൽ എന്തൊക്കെയായിരിക്കും പറയുണ്ടാവുക. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരുടെ അടുത്ത് ഓണസ്റ്റായിട്ട് വളരെ സത്യസന്ധമായിട്ട് തുറന്നു പറഞ്ഞാൽ എന്ത് കാര്യങ്ങളായിരിക്കും, അവരോട് പറഞ്ഞിട്ടില്ലാത്ത എന്ത് കാര്യങ്ങളായിരിക്കും അവർ പറയുക. നിങ്ങളുടെ മെസ്സേജസിന് അവർ വെയിറ്റ് ചെയ്യാറുണ്ട് എന്നുള്ള കാര്യം, നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം ഇവർ കാണാറുണ്ട് എന്നുള്ള കാര്യം ഇവർ മറച്ചു വെക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ അതിലൊക്കെ ഇവർ ഒരു ഫേക്ക് ഐഡിയിൽ വല്ലതും നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അത് നിങ്ങളെ അറിയിച്ചിട്ടില്ല അവർ. നിങ്ങളുടെ സകല അപ്ഡേറ്റ്സും ഇവർ ഫോളോ ചെയ്യാറുണ്ട്, ബട്ട് അണ്ടർ എ ഡിഫറെൻറ്റ് നെയിം. ഓക്കെ, വേറൊരു ഐ ഡിന്നായിരിക്കും ഇവർ. നിങ്ങൾക്കറിയില്ല ഇത് ഇവരാണെന്നുള്ളത്, മനസ്സിലായില്ലേ? അത് നിങ്ങളുടെ അടുത്ത് അവർ പറയും. ധൈര്യം ഉണ്ടെങ്കിൽ അവർ പറയും ഞാനാണ് ഇന്ന പേരിൽ നിങ്ങളെ ഫോളോ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഡിസ്ക്ലോസ് ചെയ്യും, കേട്ടോ. നിങ്ങളെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിൽ വെച്ചിട്ട് നടക്കുകയായിരിക്കും. നിങ്ങളുടെ അടുത്ത് ഓപ്പണായിട്ട് പ്രപ്പോസ് ചെയ്ത് കാണില്ല. കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിരിക്കും ഇവർക്ക്, കേട്ടോ. ഒരു പ്രോപ്പർ പ്രപ്പോസലൊന്നും ഇവർ ചെയ്ത് കാണില്ല. അപ്പോൾ അവർക്ക് ധൈര്യം സംഭരിക്കാൻ പറ്റിയാൽ അവർ ചോദിക്കും ഞാൻ ആലോചിക്കട്ടെ, വീട്ടിൽ വന്ന് കല്യാണം ആലോചിക്കട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ ചോദിക്കുമെന്നാണ് അവിടെ കാണുന്നത്. നല്ല കാര്യമല്ലേ? ജസ്റ്റിസ്, ഇത് നിങ്ങളുടെ സ്പൗസ് ആയിരിക്കാനാണ് സാധ്യത, കേട്ടോ. ഈ ഒരു പർട്ടിക്കുലർ കാർഡ് നിങ്ങളുടെ സ്പൗസ് ആയിരിക്കാനാണ് സാധ്യത. നിങ്ങളുടെ സ്പൗസ് നിങ്ങളിൽ നിന്നും ഒരു സെപ്പറേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ അടുത്ത് പറയാൻ ധൈര്യമില്ല. അവിടെ വേറൊരു തേർഡ് പാർട്ടിയായിട്ട് ഇൻവോൾവ്മെൻറ്റോ എന്തെങ്കിലും കാണുമായിരിക്കും, വീട്ടുകാരുടെ ഇൻവോൾവ്മെൻറ്റ് കാണുമായിരിക്കും. എന്തോ ഒരു രീതിയിലുള്ളൊരു മനസ്താപം അവിടെ ഉണ്ട്. അവർക്ക് സെപ്പറേഷൻ വേണം, പക്ഷേ അവർ നിങ്ങളുടെ അടുത്ത് അത് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അവർക്ക് ഓണസ്റ്റായിട്ട് നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയാൽ അവർ കാര്യകാരണ സഹിതം നിങ്ങളുടെ അടുത്ത് പറയും എനിക്കിങ്ങനെ സെപ്പറേഷൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം, കേട്ടോ. സൺ വെച്ചിട്ട് നിങ്ങൾ അവരുടെ ലൈഫിൽ വന്നതിന് ശേഷം അവർക്ക് എത്രത്തോളം നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഇവർ ഒട്ടും ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാത്ത ആൾക്കാരായിരിക്കും, കേട്ടോ. അവർക്ക് എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ടോട്ടൽ കൺഫ്യൂഷൻ ആയിരിക്കും. അവർക്ക് സത്യത്തിൽ നിങ്ങളുടെ അടുത്ത് ഭയങ്കര സ്നേഹവും ഉള്ളിൽ നിങ്ങളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമൊക്കെയാണ്. പക്ഷെ പുറമേക്ക് കാണുമ്പോൾ യാതൊരു വികാരവും പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല. ഓക്കെ, പക്ഷെ നിങ്ങളെ ഒരു ദിവസം കാണാതിരുന്നാൽ എല്ലാം ഇവർ ഭയങ്കരമായിട്ട് വിഷമിക്കും. അത് ഇവർ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല. ഓക്കെ, ഇവർക്ക് ധൈര്യം സംഭരിക്കാൻ പറ്റിയാൽ ഇവർ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത് വിവരം പറയും. നിങ്ങൾ അവരുടെ ലൈഫിൽ എത്രത്തോളം ഹാപ്പിനെസ് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ള കാര്യം ഇവർ ഓപ്പണായിട്ട് നിങ്ങളുടെ അടുത്ത് പറയും. നൈറ്റ് ഓഫ് കപ്സ് 2 കാർഡ് വന്നു. നൈറ്റ് ഓഫ് കപ്സ് ഞാൻ കണ്ടുള്ളത് കൊണ്ട് അത് എടുക്കാം. നൈറ്റ് ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ അവർ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഈഗോ പ്രശ്നങ്ങളെല്ലാം മാറ്റി വെച്ച് അവരൊരു സോറി പറയും. ഓക്കെ, അവരാണ് തെറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് അവർക്ക് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തൊരു സോറി പറയാൻ അവർ മടിക്കില്ല എന്നാണ് കാണുന്നത്. ക്വീൻ ഓഫ് പെൻഡക്കിൾസ്, നിങ്ങളിൽ നിന്നും സാമ്പത്തിക സഹായം അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും രീതിയിലുള്ള ഒരു സാമ്പത്തിക സഹായം നിങ്ങളിൽ നിന്നും അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ പേടിച്ചിട്ട് ഇവർ മിണ്ടാതിരിക്കുകയായിരിക്കും. ഓക്കെ,
നിങ്ങളുടെ പേഴ്സൺ ഓക്കെ എങ്ങനെയായിരിക്കും നിങ്ങളുടെ റിയാക്ഷൻ എന്നറിയാത്തത് കൊണ്ട് അത് മടിച്ചിട്ട് ഇവർ മിണ്ടാതിരിക്കുകയായിരിക്കും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ധൈര്യം സംഭരിക്കാൻ പറ്റിയാൽ തീർച്ചയായും അവർ നിങ്ങളുടെ അടുത്തൊരു സാമ്പത്തിക സഹായം ചോദിക്കും. ഓക്കെ, ക്വീൻ ഓഫ് സോർട്സ് വെച്ചിട്ട് നിങ്ങളുടെ അടുത്ത് അവരുടെ ഇഷ്ടം തുറന്നു പറയാൻ അവർ പേടിച്ചിട്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ റിയാക്ഷൻ പേടിച്ചിട്ട് നിങ്ങൾ ഹാർഷായിട്ട് എന്തെങ്കിലും പറയുമോ, നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നെങ്ങാനും നിങ്ങൾ പറഞ്ഞു കളയുമോ എന്നൊക്കെയുള്ള ഒരു ഭയം അവർക്ക് ഉണ്ട്. ഓക്കെ, അത് അവർ തുറന്നു പറയാൻ നിങ്ങളെ പേടിച്ചിട്ടാണ് ഞാൻ പറയാത്തത്. നിങ്ങളോട് ഇഷ്ടമാണ്, പക്ഷെ നിങ്ങളുടെ റിയാക്ഷൻ എനിക്ക് പേടിയാണ്, ഇത്രയ്ക്ക് ഹാർഷായിട്ട് പെരുമാറേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ അവർ നിങ്ങളുടെ അടുത്ത് സംസാരിക്കും എന്നാണ് കാണുന്നത് കേട്ടോ. ടെമ്പറൻസ്, അവരെന്തെങ്കിലും രീതിയിലുള്ള ഒരു ഹീലിങ്ങിൽ കൂടി കടന്നു പോകുന്നുണ്ടായിരിക്കും കേട്ടോ. നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ ഹീലിംഗ് പഠിക്കുകയോ മെഡിറ്റേഷൻസ് സ്റ്റാർട്ട് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള നിങ്ങൾക്ക് ചിലപ്പോൾ അതിലൊന്നും താല്പര്യം ഉണ്ടായിരിക്കില്ല. അവരിതൊക്കെ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരിക്കില്ല. ഫോർ എക്സാമ്പിൾ ആ ഒരു പ്രയർ ഗ്രൂപ്പിലോ അല്ലാതെ ഇവർ പോകുന്നുണ്ടായിരിക്കും, അമ്പലം പള്ളി വിസിറ്റ്സ് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് പർട്ടിക്കുലർലി ദൈവവിശ്വാസം ഉണ്ടായിരിക്കില്ല. അപ്പം നിങ്ങൾ വഴക്ക് പറയുമോ എന്നുള്ളൊരു ഭയം അവർക്ക് ഉണ്ടാവും. ധൈര്യം സംഭരിക്കാൻ പറ്റിയ അവർ പറയും, ഞാൻ എൻ്റെ ഇഷ്ടമല്ലേ, ഞാൻ ഒരു ഹീലിങ്ങിന് പോകുന്നത് അല്ലെങ്കിൽ ഒരു പ്രയറിന് പോകുന്നതൊക്കെ എൻ്റെ താല്പര്യമല്ലേ, അതുകൊണ്ട് ഞാൻ പോകുന്നു എന്നുള്ള രീതിയിൽ നിങ്ങളുടെ അടുത്ത് ധൈര്യം സംഭരിച്ച് പറയും എന്നാണ് കാണുന്നത്. ഓക്കെ, ഒരേ ഒരു കാർഡ് കൂടെ എടുക്കാം. 7 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് നിങ്ങളുടെ പേഴ്സണ് ജോലിക്ക് പോകണം എന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇത് എസ്പെഷ്യലി ലേഡീസ് ആയിരിക്കും. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഒരു ലേഡി ആണെങ്കിൽ അവർക്ക് ജോലിക്ക് പോയത് നിങ്ങളുടെ വൈഫും ആയിരിക്കാം. നിങ്ങൾക്ക് അവർ ജോലിക്ക് പോകുന്ന ഇഷ്ടം ഉണ്ടാവില്ല. ഓക്കെ, വീട്ടിലിരുന്നാൽ മതി എന്നുള്ള രീതിയായിരിക്കും. നിങ്ങളുടെ സ്പൗസ് ആയിരിക്കാം ഇത്, അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയോ അങ്ങനെ എന്തെങ്കിലും, ഗേൾ ഫ്രണ്ടോ എന്ത് രീതിയിലാവാം. അവർ ജോലി ചെയ്ത് സമ്പാദിക്കുന്നതിനോട് നിങ്ങൾക്ക് വലിയ താല്പര്യമില്ല, നിങ്ങൾ പ്രൊവൈഡ് ചെയ്തോളാം എന്നുള്ള രീതിയിലാണ് നിങ്ങൾ പറയണ്ടാവുക. നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് പറയണ്ടാവുക. ഓക്കെ, എന്നുവെച്ചാൽ അവരുടെ ആഗ്രഹം അവർക്ക് ജോലിക്ക് പോകണം, ജോലി സ്റ്റാർട്ട് ചെയ്യണം, പൈസ സ്വയമായിട്ട് സമ്പാദിക്കണം എന്നുള്ള ആഗ്രഹം അവർക്കുണ്ട്. അവർക്ക് തുറന്ന് പറയാൻ പറ്റിയാൽ അവർ നിങ്ങളുടെ അടുത്ത് ധൈര്യപൂർവ്വം പറയും, എനിക്ക് ജോലിക്ക് പോകണം എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഇത്ര മതി തോന്നുന്നു ഇന്ന്. ഒരു 14-15 മിനിറ്റ്സിൻ്റെ റീഡിംഗ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ പേഴ്സൺ ധൈര്യം സംഭരിച്ച് നിങ്ങളുടെ അടുത്ത് ഓണസ്റ്റായിട്ട് തുറന്ന് പറയാൻ പറ്റിയാൽ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പും കൂടെ ഒന്ന് ചെയ്തു തരണേ. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവരെ കോൺടാക്ട് ചെയ്തോളൂ, നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം. അടുത്തൊരു റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ.